LDF-ന് മൂന്നാം ഊഴമുണ്ടാകും. ആ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടി വഹിക്കേണ്ട പങ്ക് CPI വഹിക്കും. അത് വഹിക്കാൻ വേണ്ടി CPI എല്ലാ ബന്ധുക്കളെയും ചേർത്ത് പിടിക്കും. കോൺഗ്രസും UDF-ഉം BJP-യും SDPI-യും എല്ലാം ഒന്നിക്കുന്ന ആ രൂപത്തിനെ ചെറുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയാം. ആ സമരത്തിൽ ആയുധമായി ഞങ്ങൾക്കുള്ളത് LDF-ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ മുന്നണി, ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ട പാതയെപ്പറ്റി ചില കാഴ്ചപ്പാട് CPIക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്താണ് മുഖ്യമായ കടമയെന്ന് അറിയണം ഇടതുപക്ഷക്കാർക്ക് എല്ലാവർക്കും. അത് CPIക്കും ബാധകമാണ്, CPM-നും ബാധകമാണ്. ഞങ്ങൾക്ക് ആ ആഗോള സംവാദം അറിയാം. ആ സംവാദം എന്താണ് മുഖ്യം, ആരാണ് മുഖ്യം? ലോകത്തെവിടെയും ഇടതുപക്ഷം പറയുന്നു മുഖ്യം കമ്പോളമാണ്, ലാഭമാണ് എന്ന് പറയുന്നു. അതാണ് വലതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ലോകത്തെവിടെയും ഇടതുപക്ഷ വികസനം അതിനു വേണ്ടിയാണെന്ന് നാം കണ്ടവരാണ്. അപ്പോഴാണ് ഇടതുപക്ഷം അതിന്റെ വ്യത്യസ്തമായ മുദ്രാവാക്യം ഇറക്കിയത്. ഇന്നല്ല, എന്നും ആ മുദ്രാവാക്യമുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയുമുണ്ട് ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പറഞ്ഞു, പുട്സ് ദ പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ്സ്. ലാഭത്തിനേക്കാൾ മുമ്പിൽ സ്ഥാപിക്കേണ്ടത് മനുഷ്യനെയാണെന്ന് പറയുന്നു ഇടതുപക്ഷം. ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും വെറും വാക്കിന്റെ പ്രശ്നമല്ല, ഒരു അക്ഷരം മാത്രമല്ല വ്യത്യസ്തപ്പെട്ടുള്ളത്. ഇടതുപക്ഷം പോലെ അല്ല വലതുപക്ഷം. ഇടതുപക്ഷം പോകും പോലെ ഇടതുപക്ഷം പോകില്ല. അത് ഉറപ്പാക്കാൻ വേണ്ടി LDF-ന്റെ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ മൂല്യങ്ങളെയും ഇടതുപക്ഷ ശക്തിയെയും കരുപ്പിടിപ്പിക്കാനും ശക്തമാക്കാനും സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഹിക്കണമെന്നതിനെ പറ്റി CPIക്ക് ബോധ്യമുണ്ട്. അത് നിറവേറ്റുവാൻ CPM ബന്ധങ്ങളെ ദൃഢമാക്കാൻ CPI ആഗ്രഹിക്കുന്നു. ആ ഐക്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ട് CPI. ഒരു ദിവസങ്ങളിലെ വലിയ പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടത്തിന്റെ എല്ലാ അർത്ഥവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാനും ആഴ്ച കഴിയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുണ്ടാകും. ആ തിരഞ്ഞെടുപ്പിൽ സംശയമാർക്കും വേണ്ട, ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റ പാതയെ തടയുവാൻ വേണ്ടി ഈ പറഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ കൂട്ടുകെട്ടുകൾ രംഗത്ത് വരും. അവർക്ക് മുമ്പിൽ നാം തോൽക്കില്ല, നാം തോൽക്കാൻ പാടില്ല. നാം തോറ്റാൽ കേരളം തോൽക്കും, നാം തോറ്റാൽ ഇന്ത്യ തോൽക്കും. കാരണം ഇന്ത്യയുടെ മുമ്പിൽ നമ്മുടെ ഈ പാതയ്ക്ക് വമ്പിച്ച ദേശീയ പ്രാധാന്യം അന്നുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യക്ക് മുഴുവനും വേണ്ടി LDF-ന്റെ വിജയം അനിവാര്യമാണെന്ന് ഉള്ള ബോധ്യത്തെ മൃഗപ്പെടുത്തിക്കൊണ്ട് CPI പ്രവർത്തിക്കും. തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പാണ്, നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉച്ചസ്ഥലം പറയുന്നു LDF-ന് മൂന്നാം ഊഴമുണ്ടാകും. ആ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടി വഹിക്കേണ്ട പങ്ക് CPI വഹിക്കും. അത് വഹിക്കാൻ വേണ്ടി CPI എല്ലാ ബന്ധുക്കളെയും ചേർത്ത് പിടിക്കും. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് നാടിന്റെ ഭാവിയെ ഇരുട്ടിലാക്കാൻ സമ്മതിക്കാതിരിക്കാൻ, വെളിച്ചത്താൽ നമ്മുടെ പാതകളിലും നയിക്കാൻ, വികസിപ്പിക്കാൻ, പ്രകാശമാനമാക്കാൻ ഉള്ള പങ്ക് നാം നിറവേറ്റും. അങ്ങനെ ഒരു പങ്ക് വഹിക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട്, പാർട്ടി ഇന്നത്തതിനേക്കാളും ശക്തമാകണം. അതറിയാൻ നമുക്ക്. നാം വളർന്നു, നാം വലുതായി, പക്ഷേ നമുക്ക് മതിയാകുന്നില്ല. ഇത് പോരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനേക്കാളും വലുതാകണം. ഇതിനേക്കാളും അതിന്റെ സാമൂഹിക അടിത്തറ വിപുലപ്പെടണം. പുതിയ ബന്ധുക്കൾ ഉണ്ടാകണം പാർട്ടിക്ക്. അവർക്കെല്ലാം സ്വീകാര്യമാണ് ഈ പാർട്ടിയും രാഷ്ട്രീയവും. പക്ഷേ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെട്ടാലേ, ഈ പാർട്ടി അവർക്ക് ആശ്രയിക്കാവുന്ന പാർട്ടി എന്ന് ബോധ്യപ്പെടുത്തിയാലേ ആ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമെന്ന് CPIക്ക് അറിയാം. ആ ജനങ്ങളെല്ലാം പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ, പ്രത്യേകിച്ചും യുവതലമുറയെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞവരെ എല്ലാവരെയും, ആദിവാസികളെ, ദളിതരെ, സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ എന്ന് പറയുന്ന എല്ലാവരെയും, അവരാണ് എപ്പോഴും മർദ്ദിക്കപ്പെടുന്നവർ. അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള സമരത്തിന്റെ ബന്ധുപരിയായി മാറുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണും, കേൾക്കും, സ്വീകരിക്കും.
ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ആ സഞ്ചാരപാതയിൽ CPIക്ക് അറിയാം ഐക്യത്തിന് മാത്രമേ എന്താണെന്ന്.